ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഈവനിങ്ങിൽ വന്നിട്ട് ഞാനും കല്ലും തമ്പുരുമോളും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയപ്പം അവിടുത്തെ ബില്ലിംഗ് സെക്ഷനിൽ കയറി തമ്പുരു ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ടാൽ തോന്നുന്നു അവളുടെ സ്വന്തം കടയാണെന്ന് മട്ടിലാണ് ഇരിപ്പൊക്കെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെന്താ, അവൾക്ക് ഒരു ബുക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ ബുക്ക് സ്റ്റോളിൽ പോയായിരുന്നു. ഈ ആനിമൽസിൻ്റെ പേരൊക്കെ വന്നിട്ട് അതുപോലെ ബുക്കൊക്കെ ഇവിടെ ഞങ്ങൾ മിയയുടെയും മിന്നുവിൻ്റെയൊക്കെ ആ ബുക്ക് കാണുമ്പോൾ നോക്കാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് വന്ന് വാങ്ങാമെന്ന് കരുതിയപ്പം ഇവിടെ ആ ബുക്കില്ല. അപ്പം നമ്മൾ വെച്ചെന്നാൽ ഫ്ലിപ്കാർട്ട് വല്ല ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ നടന്ന് പോവാണ്. അപ്പം ഇവിടെയാണ് ഇന്നത്തെ വീഡിയോൻ്റെ സസ്പെൻസ്. ഗൈസ്, ഞാൻ മൂക്ക് കുത്താൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചില്ലറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങി നമ്മൾ മൂക്ക് കുത്താൻ പോവാണ്. നല്ല പേടിയുണ്ടായിരുന്നു. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ഈ അങ്കിള പണ്ട് മുതൽ എൻ്റെയും കല്ലുൻ്റെയും മേക്കാതെ കുത്തിയതൊക്കെ ഈ അങ്കിള. അപ്പം മൂക്ക് കുത്തുന്ന ഇവിടെ തന്നെ ആണെന്ന് കരുതി. അപ്പം നല്ല പേടിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഗൈസ്. കണ്ടാൽ ഭയങ്കര ധൈര്യശാലിയൊക്കെ ആയിട്ടായിരിക്കുന്നെന്ന് തോന്നും, പക്ഷെ നല്ല പേടിയുണ്ട്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് കല്ലുമോക്ക് ഇതുപോലെ ഡെൻറ്റിസ്റ്റിനെ കാണുമായിരുന്നു. അപ്പം നമ്മൾ വന്നിട്ട് ദന്താശുപത്രിയിൽ വന്ന് അപ്പോൾ അവിടെ വന്ന് ഇരിക്കുകയാണ്. പിന്നെന്താ, തമ്പുരുമോൾ വന്നിട്ട് ഭയങ്കര കുരുത്തക്കേട് തുടങ്ങി. അവൾ വന്നപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങിയപ്പം നമ്മളാണെങ്കിൽ കൊക്കോമല ഇട്ട് കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവളത് കണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അവൾ ശരിയാവത്തില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുക. അവിടെ ഒരു ചെയറുണ്ട്, കുത്തനെ കിടക്കും. അപ്പോൾ പെട്ടെന്ന് വേണമെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ പിടിച്ച് അവിടെ ഇരുത്തിയേക്കാണ് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ അതിനകത്ത് നമ്മളിവിടാണ് അത് വന്നത്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ അവളകത്ത് കയറിയപ്പോൾ ഞാൻ വെളിയിൽ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൾ ഇറങ്ങി വന്ന് അങ്ങനെ ഞാനും കല്ലും തമ്പുരുമോളും തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ വേറെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. കാരണം വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം, ഞങ്ങളൊരു പാലുകാച്ചി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുന്നേ, കാരണം ഓമ്പലൂർ കഴിഞ്ഞ് പോകണം. അപ്പോൾ കുറേ ദൂരം പോകാനുണ്ടായതുകൊണ്ട് വേഗം ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം പോവാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് താമസം എടുക്കുന്നത് കൊണ്ട് വേഗം ചെന്നു ഗൈസ്. പിന്നെന്താ, അനീഷ് വന്നില്ല. ഞാനും അമ്മയും അച്ഛനും കല്ലുമോളും തമ്പുരുമോളും പിന്നെന്താ ചേട്ടനും ആണ് പോയത്. അപ്പം നമ്മളങ്ങോട്ട് പോവാണ്. അവനാണെങ്കിൽ അനീഷിന് ടർഫിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവന് വന്നില്ല. പിന്നെ ഞങ്ങൾ എത്രയും പേരും കൂടെ പോയത്. പിന്നെന്താ, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ റൈസായിരുന്നു ഉള്ളത്. റൈസും ചിക്കൻ കറിയും പിന്നെ ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കഴിച്ചു. തമ്പുരുമോൾ തനിയെ പോയി അങ്ങനെ ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങി അവിടെ പോയിരുന്ന് കസേര തന്നെത്താൻ ആരെയും മൈൻഡാക്കാതെ പോയിരുന്ന് കഴിക്കുകയാണ് ഗൈസ്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് വേറെ ഒന്നും വേണ്ട, ഐസ്ക്രീം തന്നെ ഐസ്ക്രീം. 2-3 ഐസ്ക്രീം ഒറ്റയടിക്ക് കഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങി പോരുകയാണ്. തിരിച്ച് വന്നപ്പം ചേട്ടനെ ടർഫിലിറങ്ങണമെന്ന് പറഞ്ഞു. ചേട്ടനെ ടർഫിലാക്കിയിട്ട് ഞാനും അച്ഛനും കല്ലുമോളും തമ്പുരുമോളും ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. അപ്പം വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.